നമുക്ക് ഇന്ന് 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റിനെ പരിചയപ്പെടാം. അത് ഡീപ്പ് മോഷൻ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആദ്യം നമ്മളിതിനെ സൈനപ്പ് ഒക്കെ ചെയ്യണം. ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന സ്ക്രീനാണിത്. ആനിമേറ്റഡ് 3D നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ക്രിയേറ്റ്, ലൈബ്രറി, 3D മോഡൽ ഇതൊക്കെ വിസിബിളായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ആദ്യം നമുക്ക് 3D മോഡലിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് രണ്ട് ഓപ്ഷനുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് പുതുതായിട്ടൊരു അവതാർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി 3D മോഡൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. നമ്മളൊരു ഇതിനകത്ത് ഫീമെയിൽ സെലക്ട് ചെയ്തു. പിക്ക് എ പിക്ചർ ഫ്രം നമ്മളൊരു ഇമേജ് ഇതിനകത്ത് പറഞ്ഞു കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയൊരു രൂപമാണ് വരുന്നത്. നമുക്ക് ഇതിനെ കളർ മാറ്റാം. കളർ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. മുഖത്തിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാം. ഒരു കണ്ണുകൾ നമുക്ക് നീല കണ്ണെടുക്കാം. കണ്ണുകളുടെ ഷേപ്പ് വേണമെങ്കിൽ ഈ ഒരു കണ്ണെടുക്കാം. പുരിക അതുപോലെ ഈ ഒരു പുരിക എടുക്കാം. മൂക്ക് മൂക്ക് അതുപോലെ ചുണ്ട് ചുണ്ടെടുക്കാം. ഇത് താടിയും കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് നമുക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് ആണുങ്ങൾക്കുള്ളതാണ്. ഇനി തലമുടി നമുക്ക് സെലക്ട് ചെയ്യാൻ നല്ലൊരു തലമുടി നോക്കാം. ഈ ഒരു തലമുടി എടുക്കാം. ഈ ഡ്രസ്സ് നമുക്ക് ഇതിനകത്ത് പല ഡ്രസ്സുകളുണ്ട്. ഇത് നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എടുത്താണ്. ഇത് തന്നെ എടുക്കാം നമുക്ക്. ഇനി ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്
ഇതും മാറ്റി മാറ്റി നമുക്ക് നോക്കാം. ഗ്ലാസ് വേണ്ട, നമുക്കെടുത്ത് മാറ്റാം. ഇനിയുള്ളത് മുഖത്തെ ഭാവങ്ങളാണ്. ഭാവങ്ങളിൽ ആക്ച്വലി ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ ഈ പറഞ്ഞ മാതിരി മാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട. തൊപ്പി വേണമെങ്കിൽ നമുക്കിങ്ങനെ തൊപ്പി അറബികളെ പോലെ, അതുപോലെ ഇത് തട്ടങ്ങൾ, ഇതും നമുക്ക് വേണ്ട. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഇത് ചിലപ്പം കുറച്ച് സമയം എടുക്കും. ഇത് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ അവതാരം. നമുക്കിനി ഇതിനകത്ത് ഒരു ക്രിയേറ്റ് ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ അതായത് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. 20 സെക്കൻഡുള്ള വീഡിയോ വേണം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്താണ്. സാമ്പിൾ വീഡിയോ 1. അപ്പം ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വീഡിയോ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്ക് MP4 എടുക്കാം. ഡീഫാൾട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സോളിഡ് എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ഡൗൺലോഡ് ചെയ്ത വീഡിയോ നമുക്ക് നമ്മുടെ കസ്റ്റമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ശരിയാവുള്ളൂ. നമുക്ക് MP4 ഓഡിയോ വേണമെങ്കിൽ നമുക്ക് ഓഡിയോ കൊടുക്കാം. ഷാഡോ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ കുഴപ്പമില്ല. സിനിമാറ്റിക് സ്റ്റൈൽ തന്നെ കൊടുക്കാം. ക്യാമറ ആംഗിൾ കുഴപ്പമില്ല. ഇത് നമുക്ക് ക്രിയേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഫേസ് ട്രാക്കിംഗ്, ഹാൻഡ് ട്രാക്കിംഗ്, ക്രിയേറ്റ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തുകൊണ്ട് 19 ക്രെഡിറ്റിൻ്റെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എത്രയൊക്കെ നമ്മുടെ ചിലവായിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ജോബ് കൊടുക്കാം. അപ്പോൾ ഇത് സമയമെടുക്കും, കുറച്ച് നല്ല രീതിയിൽ സമയമെടുക്കും. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓക്കെ അടിക്കാം. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് പാട്ട് വേണമെങ്കിൽ ഇത് ഓക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഡൗൺലോഡ് നമുക്ക് MP4 കൊടുക്കാം. ബാക്കി പല ഓപ്ഷനുകളുണ്ട്. ഇത്രയും ഓപ്ഷനുകളുണ്ട്. നമ്മൾ MP4 എടുക്കുകയാണ്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വേണം. അതിന് ക്യാൻവ എന്ന് പറഞ്ഞ സൈറ്റ് നമുക്കെടുക്കാം. ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. നമുക്ക് യൂട്യൂബ് വീഡിയോ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് എലമെൻറ്റ്സിൽ ചെല്ലുക. ആനിമേഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം.
ഇമേജ് അല്ല, വീഡിയോ ആണ്. പിന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ച് സെറ്റ് ആസ് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇത് 20 സെക്കൻഡ് ഉണ്ട്. ഇനി നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ 2 വീഡിയോയും മെർജ് ചെയ്യാം. അതിന് നമ്മൾ v.io എന്ന് പറഞ്ഞ സൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് അവിടെ ചെന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുന്നു. നമ്മൾ ആ വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ പച്ച കളർ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.